നേരിട്ട് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ പുതിയ വിശദീകരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ആഴമേറിയതും എന്നാൽ നമ്മുടെ ജീവിതത്തെ ശരിക്കും മാറ്റിമറിക്കുന്നതുമായ ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. അതെ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം. ഒരുപാട് ആളുകൾക്ക് ഈ അധ്യായം വളരെ പ്രിയപ്പെട്ടതാണല്ലേ? ഇതിലെ വരികൾ ശരിക്കും നമ്മുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥകളോട് നേരിട്ട് സംസാരിക്കുന്നതുപോലെ തോന്നും. അതുകൊണ്ട് ഇതിലെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്ക് ശരിക്കും വലിയ ആവേശമുണ്ട്. നമ്മളിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും സംശയങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിന്ന് ഈ അധ്യായം പഠിക്കാൻ പോകുന്നത്. നമ്മളിന്ന് പ്രധാനമായും 6 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 1. ശിക്ഷാവിധിയില്ല. 2. ജഡവും ആത്മാവും. 3. ദത്തെടുക്കപ്പെട്ട മക്കൾ. 4. സഹായിയായ ആത്മാവ്. 5. രക്ഷയുടെ സുവർണ ശൃംഖല. പിന്നെ ഒടുവിലായി നമ്മെ വേർപിരിക്കാൻ ഒന്നിനുമാകില്ല എന്ന അന്തിമ ഉറപ്പ്. ഇതെല്ലാം കേവലം ആശയങ്ങളല്ല കേട്ടോ, നമ്മുടെ പല മാനുഷികമായ ഭയങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള വ്യക്തമായ മറുപടികളാണ് ഇതിലെ ഓരോ വിഭാഗവും. ആദ്യത്തെ ഭാഗം നോക്കാം. ശിക്ഷാവിധിയില്ല അഥവാ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം. നമ്മൾ പലപ്പോഴും കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ചോർത്ത് കുറ്റബോധം അനുഭവിക്കാറുണ്ടല്ലോ. നമ്മുടെ ആ പഴയ പാപങ്ങൾക്ക് ഇപ്പോഴും നമ്മുടെ മേൽ എന്തെങ്കിലും അധികാരമുണ്ടോ? ദൈവം ഇപ്പോഴും നമ്മെ ശിക്ഷിക്കാൻ കാത്തിരിക്കുകയാണോ? ശരി, നമുക്ക് ഇതിലേക്ക് കടക്കാം. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വളരെ ശക്തമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ദൈവത്തിന് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം ദൈവം സ്വന്തം പുത്രനെ അയച്ചുകൊണ്ട് സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഇനി യാതൊരു ശിക്ഷാവിധിയും ഇല്ല. നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രരാണ്. അടുത്ത ഭാഗം ജഡവും ആത്മാവും. 2 തരം ജീവിത രീതികൾ. ആ ശിക്ഷാവിധി ഇല്ല എന്ന ഉറപ്പ് കേൾക്കാൻ വളരെ ആശ്വാസം നൽകുന്നുണ്ടല്ലേ? എന്നാൽ നമ്മൾ ശരിക്കും സ്വതന്ത്രരാണെങ്കിൽ ഒരു സംശയം സ്വാഭാവികമായും വരാം. ഈ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോഴും എന്തിനാണ് ഇത്രയധികം പോരാട്ടങ്ങൾ നമ്മൾ നേരിടുന്നത്? ഒരു വശത്ത് ദൈവഹിതം ചെയ്യണമെന്നുണ്ട്, മറുവശത്ത് ലോകത്തിന്റെ കാര്യങ്ങളും നമ്മെ വലിക്കുന്നു. 2 ചിന്താഗതികൾക്കിടയിൽ പൊരുതുമ്പോൾ നമ്മൾ എങ്ങനെ ശരിയായി ജീവിക്കും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ പോരാട്ടം തികച്ചും യാഥാർത്ഥ്യമാണ് കേട്ടോ. ഈ അധ്യായം കൃത്യമായി ഈ മാനസിക പോരാട്ടത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ ജഡവും ആത്മാവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പൗലോസ് ഇവിടെ 2 വ്യത്യസ്ത ജീവിത രീതികളെ കൃത്യമായി താരതമ്യം ചെയ്യുകയാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, അത് മരണമാണ്, അത് ദൈവത്തോട് ശത്രുത്വമാണ്. അവർക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ മറുവശത്ത് ആത്മസ്വഭാവമുള്ളവരോ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ആത്മാവിന്റെ ചിന്ത ശരിക്കും ജീവനും സമാധാനവുമാണ്. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മാവ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവിപ്പിക്കുകയും നിങ്ങളെ യഥാർത്ഥ സമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി 3-ാം ഭാഗം. ദൈവമക്കളായി ദത്തെടുക്കപ്പെട്ടു. ക്രിസ്തുവിനോടൊപ്പം അവകാശികൾ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരു യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധം പോലെയല്ലല്ലോ അത്. തീർച്ചയായും അവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നാം വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ലല്ലോ പ്രാപിച്ചത്. പകരം നമ്മെ ദൈവത്തിന്റെ മക്കളാക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചത്. ശരിക്കും ഇതൊരു അവിശ്വസനീയമായ കാര്യമാണ്. ഈ ആത്മാവാണ് സർവശക്തനായ ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന അതിസ്നേഹത്തോടെ വിളിക്കാൻ നമുക്ക് ധൈര്യം നൽകുന്നത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളാണെങ്കിലോ ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളുമാണ്. ക്രിസ്തുവിനോടൊപ്പം തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം അവനോടൊപ്പം കഷ്ടവും അനുഭവിക്കാൻ തയ്യാറാകണം. ഇവിടെ കഷ്ടപ്പാടുകളുടെ ഒരു യാഥാർത്ഥ്യം പൗലോസ് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം നൽകുന്ന ഒരു വലിയ ഉറപ്പുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സങ്കൽപ്പിക്കാൻ പോലുമാകാത്തൊരു മഹത്വമാണ് നമുക്കായി കാത്തിരിക്കുന്നത്. സർവ്വസൃഷ്ടിയും ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവമക്കളുടെ വെളിപ്പാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഈ പ്രത്യാശയോടെ കുറച്ചുകൂടി ക്ഷമയോടെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. 4-ാം ഭാഗം. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായി, നമുക്കുവേണ്ടി പക്ഷവാദം ചെയ്യുന്നു. കഷ്ടപ്പാടുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിലപ്പോൾ ജീവിതത്തിലെ ഭാരങ്ങൾ താങ്ങാൻ കഴിയാത്തത്ര വലുതായിരിക്കും. ഞാൻ വളരെ ക്ഷീണിതനാണെങ്കിലോ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നെനിക്കറിയില്ലെങ്കിലോ
എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പ്രാർത്ഥിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ വരുന്ന, ദൈവത്തോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരു ശൂന്യത നമ്മളിൽ പലർക്കും ഉണ്ടാകാറില്ലേ? ആ അനുഭവം വളരെ സത്യമാണ്. അത് നമ്മളെല്ലാവരും കടന്നുപോയിട്ടുള്ള ഒന്നാണ്. എന്നാൽ കൃത്യമായി ഈ പ്രശ്നത്തിനുള്ള ഏറ്റവും വലിയ ആശ്വാസമാണ് റോമർ 8-ാം അധ്യായം നമുക്ക് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ ബലഹീനതകളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ വലിയ സഹായിയായി വരുന്നു. പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടാതെ നാം തളരുമ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവാത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവഹിതപ്രകാരം നമുക്കുവേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഒന്നും മിണ്ടാതിരുന്നാൽ പോലും നമുക്കെന്തു വേണമെന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന പരിശുദ്ധാത്മാവ് നമുക്കുവേണ്ടി അത്യുത്തമമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. പരിശുദ്ധാത്മാവിന്റെ ഈ ദൈവീക ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് 28-ാം വാക്യത്തിൽ ഇത്ര ശക്തമായി പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കോ തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആത്മാവ് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും, അതെത്ര മോശമായി തോന്നിയാലും ശരി, അന്തിമമായി നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റിയെടുക്കുന്നു എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. 5-ാം ഭാഗം: സുവർണ ശൃംഖല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രക്രിയ. ഇതെല്ലാം കേൾക്കാൻ വളരെ മനോഹരമാണ്. എങ്കിലും ദൈവം എന്നെക്കുറിച്ചുദ്ദേശിച്ച ആ ലക്ഷ്യവും പദ്ധതിയും എന്റെ എന്തെങ്കിലും കുറവുകൾ കാരണം പാതിവഴിയിൽ തകർന്നു പോകില്ല എന്ന് എനിക്കെങ്ങനെ പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയും എന്നൊരു ചോദ്യം ബാക്കിയാകാം. നിങ്ങൾക്ക് ആ ഉറപ്പ് ലഭിക്കാൻ കാരണം നമ്മോടുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും മുറിയാത്ത ഒരു ചങ്ങലയാണ് എന്നതാണ്. ദൈവം ആരെ മുന്നറിഞ്ഞുവോ അവരെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവിടുന്ന് തേജസ്കരിക്കുകയും ചെയ്തു. ഇതൊരു 5 പടികളുള്ള സുവർണ ശൃംഖലയാണ്. ഇതെല്ലാം ദൈവം തന്നെ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല എന്ന വലിയ ഉറപ്പ് നമുക്കുണ്ട്. 6-ാം ഭാഗം: നമ്മെ വേർപിരിക്കാൻ ഒന്നിനുമാകില്ല, അന്തിമ ഉറപ്പ്. ഈ ദൈവികമായ ക്രമീകരണം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കടുത്ത പ്രതിസന്ധികളെയോ എതിർപ്പുകളെയോ നേരിടേണ്ടി വരുമല്ലോ. അപ്പോൾ പ്രായോഗികമായി ഇത് നമുക്ക് എന്താണ് നൽകുന്നത്? ആ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ് 31-ാം വാക്യത്തിലുള്ള ഈ ചോദ്യം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെപ്പോലും ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവം അവനോടുകൂടെ സകലവും നമുക്ക് നൽകില്ലേ? ഉറപ്പായും നൽകും. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുയേശു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്കുവേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു ശിക്ഷാവിധിയുമില്ല. പൗലോസ് അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ഭയാനകമായ ചില കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് പറയുന്നുണ്ട്. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാൾ. ഇവയൊക്കെ ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അനുഭവിച്ച കടുത്ത യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നും പലർക്കും അത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ട് എന്തെങ്കിലും അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഇവയ്ക്കൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാനാകില്ല. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ വെറും ജയാളികളല്ല, അതിലും ശ്രേഷ്ഠരാണ്. അതെ, ഈ അധ്യായത്തിന്റെ ഏറ്റവും ആവേശകരമായ പാരമ്യം ഇതാണ്. പൗലോസ് പൂർണ്ണ ബോധ്യത്തോടെ ഉറപ്പിച്ചു പറയുന്നു: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. എങ്ങനെയുണ്ട്? ഈ സ്നേഹം അത്രമാത്രം ശക്തവും ഒരിക്കലും തകർക്കാനാവാത്തതുമാണ്. നമ്മുടെ ഈ പഠനത്തിന്റെ അവസാനത്തില് ചിന്തിക്കാനായി ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ഈ മാറ്റമില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് സ്വന്തമാണെന്നും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെ മുതൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ വ്യത്യസ്തമായിരിക്കും? നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ്. ദൈവത്താൽ ദത്തെടുക്കപ്പെട്ട സ്വന്തം മക്കളാണ്. ഈ വാസ്തവം വിശ്വസിച്ച് ധൈര്യത്തോടെയും പ്രത്യാശയോടെയും മുന്നോട്ടു പോവുക. ഈ വിശദീകരണത്തിൽ പങ്കുചേർന്ന ഏവർക്കും നന്ദി. ഒപ്പം എല്ലാ നന്മകളും നേരുന്നു.